ഇപ്പോഴും റിലീസിന് മുമ്പ് നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്ത് അത് മാക്സിമം റീച്ച് ചെയ്യാനുള്ള എല്ലാ ഓൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. സോ അതിന് വളരെ വളരെ നന്ദി. ആൻഡ് ഇപ്പോൾ ഇത് പടം റിലീസായി നല്ല റിപ്പോർട്ട്സ്, നല്ല നല്ല ഒരു ഹൈ ഒപ്പീനിയൻ ഫിലിമായി തോന്നാൻ വന്നിട്ടുണ്ട്. മേക്കിംഗ് വൈസ്, സ്റ്റോറി വൈസ്, സ്ക്രീൻ പ്ലേ, റൈറ്റിംഗ് വൈസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഭയങ്കരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സോ വെരി ഹാപ്പി. സോ നിങ്ങൾ ഇതിന് ശേഷം ഇത്ര ദൂരം ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും പണ്ടും ഇന്നും എന്നും ഒരു കഥാപാത്രവും ഒരു വില്ലനായിട്ടോ അല്ലെങ്കിൽ നായകനായിട്ടോ അല്ലെങ്കിൽ കോമഡി കഥാപാത്രമായിട്ടോ ഞാൻ കരുതാറില്ല. ഞാൻ ക്യാരക്ടർ എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അയാള് എന്താണ്, അയാളുടെ ധർമ്മം എന്താണ്, അയാളുടെ സ്വഭാവം എന്താണ്, അതിനെ ബേസ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ എനിക്കതിനകത്തൊരു ഞാൻ നന്മ ചെയ്യുന്നൊരു കഥാപാത്രം വെച്ചാൽ പ്രത്യേക സുഖമോ മോശമായിട്ടുള്ള കഥാപാത്രം ചെയ്യുമ്പോഴുള്ള വിഷമമൊന്നുമില്ല. ഞാൻ നല്ല ക്യാരക്ടർ ചെയ്യുമ്പോഴുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. ഇതുപോലെ വിശാഖബുദ്ധിനെ വിധിയുള്ള ക്രൂക്കറായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ അയാളെങ്ങനെയായിരിക്കും? മാത്രമല്ല ഞാൻ ഇങ്ങനത്തെ പല കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കാൻ ഇത് എന്തിനു വ്യത്യസ്തമാക്കും? ഞാനൊന്നൊരു ഈ ക്യാൻവാസ് അല്ലേ, ഈ ക്യാൻവാസിന് എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും? എൻ്റെ കയ്യും കാലും എൻ്റെ പൊക്കമൊക്കെ തന്നെയല്ലേ. എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക. ഞാൻ കഥാപാത്രങ്ങളെ കാണുന്നതാണ്, വില്ലനായിട്ടോ നായകനായിട്ടോ കോമഡിയായിട്ടോ പക്ഷെ ക്യാരക്ടർ അതെന്താ, അയാൾ എങ്ങനെയാണ്, അയാൾ എങ്ങനെയായിരിക്കും അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇതിന്റെ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ട് തീർത്തതിന് ശേഷമാണ് കുറച്ച് തുടങ്ങുന്നത്. അപ്പോൾ സിനിമയുടെ ടോട്ടാലിറ്റി എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിട്ടില്ല. സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ ഒരു കറക്ഷനെ കുറിച്ചും ടോട്ടാലിറ്റി ഇല്ല. പക്ഷെ കണക്ട് ആവുമ്പോൾ വിചാരിച്ച ചില സീക്വൻസുകളുണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ള രീതിയിലുള്ള യാത്രാ സീക്വൻസ്, അത് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ഫസ്റ്റാണ്. അങ്ങനെ ഒരു അറ്റംപ്റ്റ്. അതിനുശേഷം ഇൻട്രോൾ വെച്ചിലുള്ള ഒരു സീക്വൻസ് ഉണ്ട്, താളങ്ങൾ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് സ്ട്രെയിൻ എടുത്തും അത് വളരെ സൂക്ഷ്മതയോടും ഷൂട്ട് ചെയ്ത സീക്വൻസുകളാണ്. അപ്പോൾ ആദ്യത്തെ വാർ സീക്വൻസ് ആയാലും ആ ഇൻട്രോൾ സീക്വൻസ് ആയാലും അത് CG വന്നതിന് ശേഷം അറിയില്ല എത്രത്തോളം അത് കറക്റ്റ് ആവുള്ളൂ. എന്നിട്ട് നമ്മൾ ഓൾമോസ്റ്റ് അത് കുറേ കാലങ്ങളേക്ക് ഒറിജിനൽ CG ഒക്കെ സപ്പോർട്ട് മാത്രമാണ്. മാക്സിമം ഒറിജിനലായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാലങ്ങളേക്ക് കൊണ്ടുവന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തുടക്കത്തിൽ കുട്ടികളെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സീക്വൻസിൽ പ്രിന്റ് വരുന്നു. അതെല്ലാം കുറച്ച് അത് ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് അങ്ങനെ വരുന്നുള്ള ടെൻഷനുണ്ട്. പക്ഷെ അത് മാക്സിമം അത് നോക്കി ചെയ്തു സക്സസ് ആയെന്ന് തോന്നുന്നു. തമിഴിലും ഭയങ്കരമായിട്ട് ഒരു റിലേറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. സോ വെരി പവർഫുൾ തമിഴ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റാണ്. സോ അവിടെയും ഈ സ്ക്രിപ്റ്റും ഈ പടവും വളരെ വളരെ സൂപ്പർബായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. സോ വെരി ഹാപ്പി. ഇങ്ങനെ ഒരു വൈഡ് സ്കെയിലിൽ എടുത്ത പടം, ബോത്ത് ലാംഗ്വേജസ് മലയാളം ആൻഡ് തമിഴ്, ഓഡിയൻസ് ഈക്വലായിട്ട് അക്സെപ്റ്റ് ചെയ്തെന്നുള്ള വിഷയം വന്നിട്ട് വളരെ ഒരു ഹാർട്ട് വാമിങ് ഫീലിംഗ്. അല്ല, ഞാനും അതിനെ വളരെ ഡിഫറെന്റ് ആയിട്ട് തന്നെ ഒന്ന് പ്രസന്റ് ചെയ്ത് കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അരങ്ങങ്ങൾ. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കൃഷ്ണകുമാരുടെ ഹാപ്പി ആയിരുന്നു ആ ഒരു ഗെറ്റപ്പിലും ആ ക്യാരക്ടറിന്റെ ഒരു മൂഡിൽ. പിന്നെ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടായിരുന്നു ഇങ്ങനെ കാണാനായിട്ട് എങ്ങനെയാണ് ആളുകൾ കണക്ട് ആവുമോ എന്നുള്ള കാര്യം. അത് കണക്ട് ആയെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ ഇപ്പോഴും കുറെ പേർക്ക് അറിയില്ല ഞാനാണ് അത് ചെയ്തത്. അത്രയും ഡിഫറൻസ് ഓൺ സ്ക്രീനിലുണ്ടെന്ന് പറഞ്ഞു. അത് എനിക്കിഷ്ടമാണ്. അങ്ങനെ എപ്പോഴും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനും അങ്ങനത്തെ ലുക്ക് ആൻഡ് ഫീല് വരാനായിട്ട്. ഞാൻ അങ്ങനെ അത്ര നല്ലവനായ ഒരാളൊന്നുമല്ല. അത് നെഗറ്റീവ് ഷെയ്ഡ്സ് ആണ് എനിക്ക് വരുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് അറിയില്ല. എന്നെ ഒരു ഗ്രഹനാഥനായിട്ടൊക്കെ കാണാൻ ആളെ വിഷമമായിരിക്കും, ചേർത്തില്ലായിരിക്കും. ഈ സിനിമ പിന്നെ കൃഷ്ണകുമാർ എന്നെ വിളിച്ച് കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചതാണ് ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുമെന്ന് ചോദിച്ച് പറഞ്ഞു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മതി, എനിക്കിനി എന്റെ സാധനം മാത്രം മതി. ഇതൊരു എനിക്ക് ഈ കഥ പറഞ്ഞ സമയത്ത് ഇതൊരു വലിയ സാഗ, ഒരു കടൽ പോലത്തെ ഒരു കഥയായിട്ട് തോന്നി. അതിങ്ങനെ ഇലങ്കയിൽ നിന്ന് തുടങ്ങി ശ്രീലങ്കയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ നോർത്ത് ഇന്ത്യയിലും ഒക്കെ എത്തി നിൽക്കുന്ന ഒരു സിനിമയാണ്.
അതൊരു ജേണിയാണ്. അപ്പൊ തിരുവനന്തപുരത്തിന്റെ ഈ പഴയകാല ഒരു മുണ്ട സാമ്രാജ്യം അവിടുത്തെ ഒരു വിഭാഗത്തിന് എങ്ങനെ ടൂളായിട്ട് പൊളിറ്റീഷ്യൻസ് യൂസ് ചെയ്തു എന്നുള്ളതും അതിലേക്ക് കടന്നു വരുന്ന ഒരു ശ്രീലങ്കൻ തമിഴ്, അതിലൊരു തിരുവനന്തപുരത്തിനും തമിഴ്നാട്ടിനും തമ്മിലുള്ള ഒരു ഭയങ്കര കണക്ഷൻ ഉണ്ട്. ഒരു ചരിത്രപരമായ കണക്ഷൻ, ഭാഷാപരമായ, സാംസ്കാരികപരമായിട്ട്. അപ്പം അതെല്ലാം കൂടെ ചേർന്ന് എനിക്ക് തിരുവനന്തപുരത്തിന്റെ ഒരു വേറൊരു സത്തായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അതൊക്കെ ചെറിയ കഥാപാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്നോട് പറഞ്ഞ് ഇതൊരു നിങ്ങളെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്ത് കഥയുടെ കഥാഗതിയെ മാറ്റിവിടാനുള്ള കഥാപാത്രമാണ് സാറ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തത്. അത് ഉറപ്പായിട്ടും ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ചേട്ടൻ ഈ കഥ പറയുന്ന സമയത്ത് ജാക്സൺ എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ചും ഒരു ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ചും വളരെ ക്ലിയർ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലൊക്കേഷൻ ഷൂട്ടിംഗ് സമയത്തും സാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡയറക്ടറാണെങ്കിലും റൈറ്ററാണെങ്കിലും എല്ലാ സമയത്തും ഷൂട്ടിംഗ് കഴിയുമ്പോഴാണെങ്കിലും ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള നിമിഷങ്ങളിലൊക്കെ ഈ ഓരോ സീനിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. കുറച്ച് നാൾക്ക് മുമ്പ് എടുത്ത സീനിനെ കുറിച്ചാണെങ്കിലും ഇനി എടുക്കാൻ പോകുന്ന സീനുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് അത്യാവശ്യം വില്ലൻ പരിപാടി മാത്രമല്ല എന്തെങ്കിലും ചെയ്യണമല്ലോ, ശ്രമിക്കണമല്ലോ എല്ലാ സീക്വൻസുകളും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ കിട്ടിയപ്പോൾ അത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു.